കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ് ഇത്. പ്രധാനമായിട്ട് ഉള്ള 6 ഫീച്ചേഴ്സിനെ പറ്റി കഴിഞ്ഞ സീരീസിൽ നമ്മൾ സംസാരിച്ചു. 7ാമത്തെ ഫീച്ചർ മുതലാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതുകൂടി കണ്ടാലാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് വരുള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി 7ാമത്തെ ഫീച്ചർ ത്രെഡ് കട്ടർ എന്നുള്ളതാണ്. ഈ ഫീച്ചറും കോമ്പിനേഷൻ മെഷീനിലും എംബ്രോയ്ഡറി ഓൺലി മെഷീനിലും ആവശ്യമുള്ളതാണ്. എംബ്രോയ്ഡറി ഓൺലി മെഷീനിൽ തീർച്ചയായും ഈ ഫീച്ചർ ഉണ്ടാവും. മോസ്റ്റ്ലി ഒരു സിസേഴ്സിൻ്റെ പിക്ചർ വരുന്ന ഒരു സ്വിച്ചാണ് ത്രെഡ് കട്ടർ. സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ തുന്നി കഴിയുമ്പോൾ തുണിയിലെ മുകളിലെയും താഴത്തെയും നൂലുകൾ വലിച്ചു പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ തുണി മെഷീനിൽ നിന്ന് എടുക്കുക. ഇതിന് പകരമായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലെയും ബോബിനിലെയും ത്രെഡ്സ് കട്ടാവും. നമുക്ക് കത്രിക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ യൂസ്ഫുൾ ആണല്ലോ. ഈ ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കണം. 8ാമത്തെ പോയിന്റ് നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ എന്നുള്ളതാണ്. ഈ നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും 2 ടൈപ്പ് മെഷീൻസിനും ആവശ്യമുള്ളതാണ്. മോസ്റ്റ്ലി ഒരു നീഡിലിൻ്റെ ചിത്രം വരുന്ന ഒരു ബട്ടണാണ് നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. സാധാരണ സ്റ്റിച്ചിങ് മെഷീനുകളിൽ നീഡിൽ ഡൗൺ പൊസിഷനിലാണെങ്കിൽ നമ്മൾ സൈഡിലെ വീല് കറക്കുകയാണല്ലോ നീഡിൽ അപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഈ നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ടെങ്കിൽ അത് പ്രസ് ചെയ്താൽ നീഡിൽ ഡൗൺ പൊസിഷനിലാണെങ്കിൽ അപ്പ് ആവും, അപ്പ് പൊസിഷനിലാണെങ്കിൽ ഡൗൺ പൊസിഷനിലേക്ക് പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നീഡിലിൻ്റെ പൊസിഷൻ്റെ പ്രിസിഷൻ കറക്റ്റ് ആവും. ഓട്ടോമാറ്റിക് നീഡിൽ ത്രെഡിങ് ചെയ്യാനൊക്കെ നീഡിൽ പൊസിഷൻ്റെ പ്രിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ യൂസ്ഫുൾ ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കിയാൽ നല്ലതാണ്. 9ാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ എന്നുള്ളതാണ്. 2 ടൈപ്പ് മെഷീൻസിലും നിർബന്ധമായുള്ള ഒരു ബട്ടണാണിത്. എംബ്രോയ്ഡറി ഓൺലി മെഷീനുകളിൽ എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും ഈ ബട്ടൺ ഉപയോഗിച്ചാണ്. കോമ്പിനേഷൻ മെഷീനുകളിൽ, അതായത് സ്റ്റിച്ചിങ് ഉള്ള മെഷീനുകളിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഈ ബട്ടൺ ഉപയോഗിക്കാൻ പറ്റും. അതായത് മെഷീൻ്റെ കൂടെ വരുന്ന ഫുഡ് കൺട്രോളർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു പോകാൻ യൂസ്ഫുൾ ആണെങ്കിലും കേർവ്സ് ഒക്കെ വരുന്ന നെക്ക് പോലെയുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫുഡ് കൺട്രോളർ യൂസ് ചെയ്യുന്നതിനാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുഡ് കൺട്രോളർ മെഷീനിലേക്ക് കണക്ട് ചെയ്താൽ പിന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വർക്ക് ചെയ്യില്ല. 10ാമത്തെ പോയിന്റ് സ്റ്റിച്ച് സ്പീഡ് കൺട്രോളർ എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും കോമ്പിനേഷൻ മെഷീനിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സ്റ്റിച്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതുപോലെ ഒരു സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബട്ടൺ വരിക. നെക്ക് പോലെ കേർവ്സ് വരുന്ന ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്പീഡ് സ്ലോ ആക്കി വെച്ചാൽ സ്റ്റിച്ച് ഓടിപ്പോകുന്നത് ഒഴിവാക്കാം. ചിലപ്പോൾ ഫുഡ് കൺട്രോളറിൽ പ്രഷർ അറിയാതെ കൂടുതൽ കൊടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. സ്പീഡ് സ്ലോ ആക്കി വെച്ചാൽ ആ പ്രശ്നം ഒഴിവാക്കാം. പതിനൊന്നാമത്തെ പോയിന്റ് ബോബിൻ ലോഡിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. അത് കോമ്പിനേഷൻ മെഷീനും എംബ്രോയ്ഡറി മെഷീനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ബോബിൻ കേസ് എങ്ങനെയാണ് ലോഡ് ചെയ്യണത് എന്നുള്ളത് നോക്കണം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചില മെഷീനുകളിൽ മുമ്പിലുള്ള ബോക്സ് മാറ്റി ബോബിൻ കേസ് തുറന്ന് വേണം ബോബിൻ മാറ്റാൻ. വളരെ ബുദ്ധിമുട്ടാണ് ആ സിസ്റ്റം. എന്നാൽ ചില മെഷീനുകളിൽ ഇതുപോലെ ടോപ്പ് ലോഡിംഗ് ആണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തരത്തിലുള്ള ബോബിൻ ലോഡിംഗ് സിസ്റ്റമാണ്. ഇത്രയും
പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയണത്. പന്ത്രണ്ടാമത്തെ പോയിന്റ് മുതൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. So this is today's video. Keep watching. Thank you.